നോക്കാൻ പോകുന്ന ഹൗ ടു കോൺഫിഗർ ഇൻ്റർഫേസ് ഫോർ ഡെഡിക്കേറ്റഡ് മാനേജ്മെൻറ്റ് പർപ്പസ്, അതായത് ഔട്ട് ഓഫ് ബാൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡിവൈസിനെ നമുക്ക് രണ്ട് ടൈപ്പിൽ മാനേജ് ചെയ്യാം. ഒന്ന് ഇൻ ബാൻഡ് മാനേജ്മെൻറ്റ്, രണ്ട് ഔട്ട് ഓഫ് ബാൻഡ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് എന്താണ് ഇൻ ബാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇൻ ബാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിലെ യൂസർ ട്രാഫിക് ക്യാരി ചെയ്യുന്ന സെയിം പോർട്ടിലൂടെ തന്നെ നമുക്കൊരു ഡിവൈസിലെ മാനേജ്മെൻറ്റ് ട്രാഫിക്, അതായത് SSH, ടെൽനെറ്റ് പോലുള്ള ട്രാഫിക്കും നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഇൻ ബാൻഡ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഞാൻ ബൈ ഡിഫോൾട്ട് ഈ ഒരു ഡിവൈസിൽ ഞാനൊരു SSHോ ടെൽനെറ്റോ എനേബിൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വേറൊരു ഡിവൈസിനോ അല്ലെങ്കിൽ വേറൊരു നെറ്റ്വർക്കിൽ നിന്ന് ഈ ഒരു ഡിവൈസിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസർ ട്രാഫിക് ക്യാരി ചെയ്യുന്ന സെയിം ഇൻ്റർഫേസിലൂടെ നമ്മുടെ മാനേജ്മെൻറ്റ് ട്രാഫിക്കും പാസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇൻ ബാൻഡ് മാനേജ്മെൻറ്റ്. ഇനി എന്താണ് ഔട്ട് ഓഫ് ബാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ അഡ്മിൻ ട്രാഫിക്, അതായത് SSH, ടെൽനെറ്റ് പോലുള്ള ട്രാഫിക്കിന്, അതായത് ഒരു ഡെഡിക്കേറ്റഡ് ഇൻ്റർഫേസ് ആ ഒരു ട്രാഫിക്കിന് ക്യാരി ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ ഔട്ട് ഓഫ് ബാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഔട്ട് ഓഫ് ബാൻഡ് മാനേജ്മെൻറ്റ് യൂസർ ട്രാഫിക് ക്യാരി ചെയ്യുന്ന ഇൻ്റർഫേസായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഡിവൈസ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഡിവൈസിൽ ഞാൻ ജുനിപ്പറിൻ്റെ HRX 320 ഫയർവാളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു USB പോർട്ടുണ്ട്, ഒരു കൺസോൾ പോർട്ടുണ്ട്, ഒരു മൈക്രോ USB ഉണ്ട്, അതുപോലെ 6 ഇഥർനെറ്റ് പോർട്ടുണ്ട്, പിന്നെ അതുപോലെ 2 SFP പോർട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൽ നമുക്കൊരു മാനേജ്മെൻറ്റ് പോർട്ടില്ല, അതായത് ഡിവൈസിന് ഡെഡിക്കേറ്റഡ് മാനേജ്മെൻറ്റ് പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു GE0/0/5 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിനെ ഒരു ഡെഡിക്കേറ്റഡ് മാനേജ്മെൻറ്റ് പോർട്ടായിട്ട് കോൺഫിഗർ ചെയ്യും. ഓക്കെ, അങ്ങനെ കോൺഫിഗർ ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു ഇൻ്റർഫേസ് ഒരിക്കലും പിന്നെ ഡാറ്റ ട്രാഫിക് ക്യാരി ചെയ്യൂല. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ ഞാൻ ഫയർവാൾ ലോഗിൻ ചെയ്യുന്നുണ്ട്. റൂട്ട് ഓക്കെ, അപ്പോൾ കോൺഫിഗറേഷൻ മോഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഇൻ്റർഫേസിനെ നമ്മൾ ഫങ്ഷണൽ സോണിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് സെക്യൂരിറ്റി സോൺ. ഓക്കെ, ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് രണ്ട് സോൺസ്, ഒന്ന് ഫങ്ഷണൽ സോണ്, രണ്ടാമത് സെക്യൂരിറ്റി സോണ്. ഓക്കെ, ഫങ്ഷണൽ സോണ് കൊടുക്കുന്നുണ്ട്, ഫങ്ഷണൽ സോൺ, ഒന്നുകൂടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അടുത്തതായിട്ടൊരു ഓപ്ഷൻ കാണാം, മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് ഫോർ ഔട്ട് ഓഫ് ബാൻഡ് മാനേജ്മെൻറ്റ് ഇൻ്റർഫേസസ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മാനേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ്, ഇനി ഇവിടെ നോക്കിയാൽ കാണാം ഇൻ്റർഫേസസ്, അതായത് നമുക്ക് ഫങ്ഷണൽ സോണിലേക്ക് അസൈൻ ചെയ്യേണ്ട ഇൻ്റർഫേസാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഇൻ്റർഫേസസ് നമ്മളെ കേസിൽ ഇവിടെ GE0/0/5 എന്ന് പറയുന്ന ഇൻ്റർഫേസാണ് കൊടുക്കുന്നത്. ഓക്കെ, എൻ്റർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതൊന്ന് കമ്മി ചെക്ക് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും എറർ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കമ്മി ചെക്കിലൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കമ്മി ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഫെയിൽ കാണിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇൻ്റർഫേസ് നമ്മൾ ഫങ്ഷണൽ സോണിലേക്ക് അസൈൻ ചെയ്ത ഈ ഒരു GE0/0/5 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിൽ ബൈ ഡിഫാൾട്ട് ഒരു ലെയർ 2 ഫീച്ചർ ഉള്ളതുകൊണ്ടാണ്, അതായത് ഒരു ഇഥർനെറ്റ് സ്വിച്ചിങ് ഫീച്ചർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ കാണിച്ചത്. ഈ ഒരു ഫങ്ഷൻ സോണിലേക്ക് അസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് L3 ഇൻ്റർഫേസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ഇഥർനെറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ ഫീച്ചർ, ഈ ഒരു ഇൻ്റർഫേസ് നമ്മൾ ഫസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിലീറ്റ് ഇൻ്റർഫേസ് GE0/5 യൂണിറ്റ് 0 ഫാമിലി ഇഥർനെറ്റ് സ്വിച്ചിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വിച്ചിങ് ഫാമിലീനെ ഇന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കി. ഇനി ഒന്നുകൂടെ കമ്മി ചെക്ക് കൊടുക്കുന്നുണ്ട്, കമ്മി ചെക്ക്. ഓക്കെ, അപ്പോൾ രണ്ടാമത് കമ്മി ചെക്ക് ചെയ്തപ്പോൾ ഒരു ഫെയിൽ കാണിച്ചിട്ടുണ്ട്. ഓൾ ഇൻ്റർഫേസസ് ഇൻ മാനേജ്മെൻറ്റ് സോൺ ഷുഡ് ഹാവ് INET ഓർ INET 6 ഫാമിലി കോൺഫിഗേർഡ്. ഓക്കെ, അതായത് ഈ ഒരു എറർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു മാനേജ്മെൻറ്റ് സോണിലേക്ക് അസൈൻ ചെയ്യുന്ന ഇൻ്റർഫേസ് INETോ അല്ലെങ്കിൽ INET 6ഓ ഫാമിലി കോൺഫിഗേർഡ് ആയിരിക്കണം. അതായത് INET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPv4 അഡ്രസ്സ്, INET 6 എന്ന് പറഞ്ഞാൽ IPv6 അഡ്രസ്സ് കോൺഫിഗേർഡ് ആയിരിക്കണം. ഞാനൊരു ഇമേജിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഈ ഒരു GE0/0/5 എന്ന് പറയുന്ന ഇൻ്റർഫേസിന് 192.168.100.2/24 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻ്റർഫേസിന് കൊടുക്കുന്ന IP. ഈ ഒരു IP ആ ഒരു ഇൻ്റർഫേസിൽ കോൺഫിഗർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ്
സെറ്റ് ഇൻ്റർഫേസ് G0/0/5 യൂണിറ്റ് 0 ഫാമിലി inet അഡ്രസ് 192.168.100.2/24. ഓക്കെ അപ്പോൾ ആ ഒരു എറർ സോൾവ് ആയി. ഇനി ഇപ്പോൾ നമ്മൾ ഒരു ഇൻ്റർഫേസിനെ ഫങ്ഷണൽ സോണിലേക്ക്, അതായത് നമ്മുടെ മാനേജ്മെൻറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രീ ഡിഫൈൻഡ് സോണാണ് ഫങ്ഷണൽ സോൺ. അപ്പോൾ ഈ ഒരു ഫങ്ഷണൽ സോണിലേക്ക് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിനെ അസൈൻ ചെയ്ത്, അതുപോലെ ആ ഇൻ്റർഫേസ് നമ്മളൊരു IP അസൈൻ ചെയ്ത്, ഓക്കെ. ഇനി ഈ ഒരു ഫങ്ഷണൽ സോണിന് നമുക്ക് ആവശ്യമുള്ള ട്രാഫിക്കിന് അലോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് ആവശ്യമായ സർവീസ് എനേബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സെക്യൂരിറ്റി സോൺ ഫങ്ഷണൽ സോൺ. ഇനി നമ്മുടെ മാനേജ്മെൻറ്റ്, ഇനി ഇൻ്റർഫേസ് G0/5. ഇനി നമുക്ക് ആവശ്യമായ ട്രാഫിക് പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഹോസ്റ്റ് ഇൻബൗണ്ട് ട്രാഫിക് സിസ്റ്റം സർവീസസ്, ഇവിടെയാണ് നമ്മൾ ആവശ്യമായ സർവീസ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മാത്രമേ ആ ഒരു ഇൻ്റർഫേസ് നമുക്ക് ആവശ്യമുള്ള ട്രാഫിക് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഫസ്റ്റ് പിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെയിം ലൈനിൽ തന്നെ ഒന്നുകൂടെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ആവശ്യമായ ട്രാഫിക് SSH കൊടുക്കുന്നുണ്ട്. ഓക്കെ, SSH. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമുക്ക് ആവശ്യമുള്ള 2 സർവീസ് കൊടുത്ത് പിങ് അതുപോലെ SSH. ഇനി ഒന്ന് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ച് ഇമേജിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ ഈ ഒരു G0/0/5 എന്ന് പറയുന്ന ഇൻ്റർഫേസിനെ നമ്മളൊരു ഫങ്ഷണൽ സോണിലേക്ക് അസൈൻ ചെയ്ത്, എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആവശ്യമായ സർവീസ് നമ്മൾ എനേബിൾ ചെയ്ത്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ ഞാൻ പിങ് അതുപോലെ SSH മാത്രമേ കൊടുത്ത്, നമ്മുടെ റിമോട്ട് ആക്സസ് പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ പിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ഫങ്ഷണൽ സോണിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റ് ട്രാഫിക് മാത്രമേ ക്യാരി ചെയ്യുള്ളൂ, അതായത് മാനേജ്മെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു ഇൻ്റർഫേസിൽ ഞാനൊരു കമ്പ്യൂട്ടർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് ഈ ഒരു കമ്പ്യൂട്ടറായിട്ട് ഇവിടെ ഷോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിന് ഞാൻ 192.168.100.3 എന്ന് പറഞ്ഞ IP കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഇൻ്റർഫേസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ CMD നമുക്കൊന്ന് പിങ് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഫയർവാൾ ഇൻ്റർഫേസിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ, ഇവിടെ ഞാൻ പിങ് 192.168.100.2 ഓക്കെ, അതായത് ഈ ഒരു ഫയർവാൾ ഇൻ്റർഫേസിൻ്റെ IP. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ PC-ന്ന് പിങ് പോകുന്നുണ്ട് ഈ ഒരു ഫയർവാൾ ഇൻ്റർഫേസിലേക്ക്. ഇപ്പോൾ ഒരു PC-ക്ക് ഞാൻ മാനുവലി സെറ്റ് ചെയ്തത് 192.168.100.3 എന്ന് പറഞ്ഞ IP ആണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു PC-ന്ന് നമുക്കൊരു ഫയർവാളിലേക്ക് SSH വഴി ആക്സസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് SSH റൂട്ട് അറ്റ് ഈ മാനേജ്മെൻറ്റ് IP 192.168.100.2. ഓക്കെ, അപ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയർവാളിൽ ലോഗിൻ ആയിട്ടുണ്ട്. CLI എഡിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയർവാളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ജുനിപ്പറിലൊരു ഡെഡിക്കേറ്റഡ് ഔട്ട് ഓഫ് ബാൻഡ് മാനേജ്മെൻറ്റ് ഇൻ്റർഫേസ് കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ്, അതായത് നമ്മുടെ ഡെഡിക്കേറ്റഡ് മാനേജ്മെൻറ്റ് ഇൻ്റർഫേസും അതുപോലെ ഈ ഒരു ഡാറ്റ ട്രാഫിക് കെയർ ചെയ്യുന്ന ഇൻ്റർഫേസായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഓക്കെ, ഈ 2 ട്രാഫിക്കും 2 ഡിഫറെൻറ്റ് ട്രാഫിക്കാണ്. ഒന്ന് നമ്മുടെ റിമോട്ട് ആക്സസിന് യൂസ് ചെയ്യുന്ന ട്രാഫിക്കും, മറ്റേത് നമ്മുടെ ഡാറ്റ ട്രാഫിക്കും. ഓക്കെ.